ഹായ് ഗായ്സ്, എന്നോട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇലക്കറികൾ കഴിക്കണമെന്നാണ്. അതുകൊണ്ട് നോക്കിക്ക്, ഞാൻ ഈ കൂമ്പിൻ്റെ ഇല 2 കണ്ടില്ല, അതുപോലെ 1-2 കൂടെ പറിച്ചിട്ട് നമുക്ക് ഈ ചേമ്പിൻ്റെ കൂമ്പ്, അതായത് തളിരായിട്ടുള്ള മൂക്കാത്ത ഇല വെച്ചിട്ട് നമുക്കൊരു തോരനുണ്ടാക്കുന്നത് കാണാം. ഇതുണ്ടാകും. ഈ ചേമ്പില നമ്മൾ പറിച്ചത് ഇങ്ങനെ തുറന്ന് നോക്കണം. ഇതിനകത്ത് എന്തെങ്കിലും പ്രാണികൾ ജീവനുള്ളതുണ്ടോ അങ്ങനെയൊക്കെ നോക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് കൊണ്ടുവരാം. വേണ്ട, ഞാനിത് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നാണ്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ജന്തുക്കളോ പ്രാണികളോ ചെളിയോ ഒന്നും തന്നെ ഇല്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം, നമുക്കറിയാലോ, ചേമ്പിൻ്റെ ഇലയുടെ പുറത്ത് വെള്ളം വീണാൽ തന്നെ തെറിച്ച് പോവുകയല്ലേ. നമുക്ക് ജസ്റ്റ് ഈ അപ്പച്ചമ്പിൽ കൊള്ളുന്ന പോലെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കും. നമുക്കിങ്ങനെ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാവേ. അങ്ങനെ എല്ലാം നമുക്ക് വെക്കാം. അങ്ങനെ ഇത് അവസാനത്തേതാണ്. ഇതും കൂടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് നമുക്കിത് കുക്ക് ചെയ്തൊന്ന് വേവിച്ചെടുക്കാവേ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. നമുക്കിത് എങ്ങനെയായി നോക്കാം. ഉണ്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് തണുക്കുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം, ചീര അരിയുന്ന പോലെ. നമുക്ക് ചേമ്പില തോരൻ വെക്കുന്നതിനായിട്ട് ഇതുണ്ട്, പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചതക്ക ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതെടുത്തില്ല. ഇവിടെ തന്നെ ഉണ്ടായ കാന്താരി മുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ തന്നെ ഉള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ സവോള, ഇതിനകത്ത് സവോള മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നിറം മാറി വഴുന്നിടം വരെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കാം. കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പോലെ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തേങ്ങ ഒന്ന് കുക്കാകുന്നതിന് അല്പം വെള്ളം തളിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. നമുക്ക് തേങ്ങ കുക്കായെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചീരയല്ല ചേമ്പ് അരിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്കിതിനകത്തേക്ക് ചേർക്കരുത്. ഓൾറെഡി കുക്ക് ആണ്. എന്നിട്ട് നമുക്ക് തീ കൂട്ടി വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചേമ്പില തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഉണ്ടാക്കിയ ചേമ്പില തോരനും ഇത് സാമ്പാർ, ഇത് മീൻകറി, ചൂടൻ നല്ല കൊഴുവ, മാങ്ങയും തേങ്ങയും അരച്ചുള്ള കറിയാണ്. ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അച്ചാറ് ഒന്നും എടുത്തില്ല. ഈ ചേമ്പിലയുടെ മെഴുക്ക് പുരട്ടി തന്നെ തോരൻ തന്നെ മതിയാകും നമുക്ക് ചോറുണ്ണാനായിട്ട്.
ഞാനിത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ചീര പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ പല ചിന്തകളാണ്. അതിനകത്ത് എത്രമാത്രം കെമിക്കൽസ് ചേർന്നിട്ടുണ്ടാവും നമുക്ക് ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് നമ്മൾ വീട്ടുവളപ്പിൽ ചേമ്പില കൊണ്ട് തന്നെ നമുക്ക് തോരനുണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.